ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വിജയ് ഒരു അഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചതും ഒക്കെ വൈറലായ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ വിജയ്ക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാർത്ത നമുക്ക് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടങ്ങാം. അധ്യക്ഷനുമായ വിജയ് സംഘടിപ്പിച്ച ഇഫ്താറിനെതിരെ പരാതി. വിജയ് മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നാരോപിച്ച് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് നടനെതിരെ പരാതി നൽകി. മദ്യപാനികളും റൌഡികളും തുടങ്ങിയ മതപരമായ ആചാരങ്ങളുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ഇഫ്താറിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. സൗഹാർദ്ദം വളർത്താൻ ഉദ്ദേശിച്ചുള്ള ഇഫ്താർ സമൂഹത്തെ മുറിവേൽപ്പിച്ചു. ഇതിൽ ഖേദം പ്രകടിപ്പിക്കാത്ത നടന്റെ നടപടി മതവികാരങ്ങളോടുള്ള ബഹുമാനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. ആളുകളോട് അനാദരവോടെയാണ് വിജയ് പെരുമാറിയത്. പ്രാദേശികമായ അറിവില്ലാത്ത വിദേശ സുരക്ഷാ ഗാർഡുകളെയാണ് പരിപാടി നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ നടപടി അനിവാര്യമാണ് എന്നാണ് സുന്നത്ത് ജമാഅത്ത് പരാതിയിൽ പറയുന്നത്. വിജയ് വെള്ളത്തൊപ്പിയും വസ്ത്രവും അണിഞ്ഞ് നോമ്പ് തുറക്കെത്തിയ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 3000 പേർ ഇഫ്താറിൽ പങ്കെടുത്തതായാണ് വിവരം. 15ഓളം പള്ളികളിൽ ഇമാമുമാർക്കും ക്ഷണമുണ്ടായിരുന്നു. തമിഴക വെற்றி കഴകം രൂപീകരിച്ചതിന് പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ ഇറങ്ങുമെന്നും താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ജനനായകൻ എന്ന വിജയ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. എച്ച് വിനോദിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പുള്ള അവസാനത്തെ സിനിമയാണ്. 2026 ജനുവരിയാണ് ചിത്രത്തിന്റെ റിലീസ്. ഛായാഗ്രഹണം സത്യൻ സൂര്യനും. അപ്പോൾ എന്തായാലും നമ്മുടെ വിജയ് പണിയിരുന്ന് മേടിച്ചു എന്നൊക്കെയാണ് പറയേണ്ടത്, അല്ലാതെ എന്താ പറയുക. എന്തായാലും വിജയ് ചെയ്തത് തീരെ തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ക്രിസ്ത്യൻ യുവാവാണ്. പുള്ളിക്കാരൻ തെറ്റ് ചെയ്തതായിട്ടൊന്നും ഞാൻ പറയില്ല. കാരണം ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുക, അതിൽ ഈ പറയുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം നോമ്പ് തുറ, അത് ഒരു ദിവസത്തെ വ്രതത്തോടു കൂടി അദ്ദേഹം ചെയ്തു. അതിലൊന്നും എനിക്കൊരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ഇനി അവർക്കേ അറിയൂ. അപ്പോൾ അത് മാത്രമല്ല, അതിൽ നമ്മൾ കണ്ടു ഒരു മുസൽമാൻ്റെ വേഷം എന്തോ ആ ഒരു വേഷം അണിഞ്ഞാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് ചെന്നത്. അത് മാത്രമല്ല, നമസ്കരിക്കാൻ അറിയില്ലെങ്കിലും അവർക്കൊപ്പം അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നത് പറയുമ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് അറിയാത്ത പണി ചെയ്തു, നമസ്കരിക്കാൻ അറിയാണ്ട് തെറ്റായ രീതിയിൽ നമസ്കരിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത്. എന്തോ എനിക്ക് അത് വലിയൊരു കുറ്റമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതേക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. ശരിക്കും പറയുകയാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു അനാദരവും കാണിച്ചില്ല. പകരം അവർക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായിട്ട് ചേർന്നു അവർ ചൊല്ലുന്ന ആ വചനങ്ങളൊക്കെ ഏറ്റു ചൊല്ലി അങ്ങനെയൊക്കെ നിന്നതിൽ എനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും കാര്യം അങ്ങനെ അല്ലല്ലോ. അതിൽ തെറ്റ് കണ്ടുപിടിച്ച ആളുകളായിരിക്കും അദ്ദേഹത്തിന് എതിരെ. അവിടുത്തെ ജമാഅത്തുകാരാണ് ഈ പറയും പോലെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കേസിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. വിജയുടെ സ്ഥാനത്ത് മറ്റ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ആരും അതിൽ തെറ്റ് കാണില്ലായിരുന്നു. ഇത് വിജയ് ഒരു സിനിമാ താരം ആയതുകൊണ്ടും പോരെങ്കിൽ അതിനേക്കാളുപരി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടുമാണ് വിജയ്ക്കെതിരെ ഇത്തരത്തിലൊരു കുറ്റം വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പുള്ളി ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ കാണുന്നതെന്ന് വെച്ചാൽ ഇത് അങ്ങേര് ചെയ്ത ഒരു നല്ല പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പുണ്യ പ്രവൃത്തിയായിട്ട് മറ്റുള്ളവർ കാണുന്നില്ല. അവർ കരുതുന്നത് കുറേ വോട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ കളിച്ചൊരു കളിയായിട്ട് അങ്ങനെ മാത്രമാണ് കരുതുന്നത്. നിങ്ങൾ ആദ്യം അങ്ങനെ കരുതുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മുസ്ലിം സഹോദരങ്ങൾ അത്ര മണ്ടന്മാരാണോ? ഒരിക്കലുമല്ല, അവരത്ര മണ്ടന്മാരല്ല. അവർക്കറിയാം ഇപ്പോൾ വിജയ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചാലും അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് എന്ത് ചെയ്താലും ഓരോ വ്യക്തികൾക്കും ഫോളോ ചെയ്തു വരുന്ന ഒരു പാർട്ടിയുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അത് വിട്ട് ആരും മാറി ചിന്തിക്കില്ല. അത് അങ്ങനെ ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരാം എന്ന് പറഞ്ഞാൽ പോലും
അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടി വിട്ടിട്ട് ആരും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ചിന്തിക്കത്തുമില്ല, പോവത്തുമില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ആർക്കും വോട്ട് ചെയ്യേണ്ടെന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും അവരവരുടെ രാഷ്ട്രീയ പാർട്ടി അത് അവരവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് വിട്ടിട്ട് ആരും നേരെ പോയി വിജയ് നമുക്കൊപ്പം നിസ്കരിച്ചു, അല്ലെങ്കിൽ വിജയ് നമുക്കൊപ്പം വേഷം ധരിച്ചു വന്നു, അയാൾ നമ്മുടെ ഒപ്പം ഭക്ഷണം കഴിച്ചു, വലിയൊരു പാർട്ടിയൊക്കെ സെറ്റാക്കി, അതുകൊണ്ട് നമുക്ക് 10,000 വരുന്ന ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മതമൊക്കെ മാറി, മതം മാറിയെന്നല്ല, നമുക്ക് എല്ലാവർക്കും വിജയുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വിജയിയുമായിട്ട് ചേരാം. അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല, ഒരിക്കലും ചിന്തിക്കത്തില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. അത് വിട്ട് ആരും നിൽക്കില്ല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം കാണിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ചൊന്നും നമ്മൾ ആരും കരുതണ്ട. ശരിക്കും കൂടുതൽ ആളുകളും അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഭീകരരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു മതമാണെങ്കിൽ ഈ ഇസ്ലാം മതമാണ്. അധികം ആളുകളും ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ ആളുകളും അത് എന്തോ ഭയങ്കര സംഭവം ആണ്, അല്ലെങ്കിൽ ഈ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരവാദികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അകറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണ മാറേണ്ടതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ടായിരിക്കണം ഈ പറയുന്നത് പോലെ വിജയ് ഇവരെ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കിയത്. അതിനും മറ്റൊരു കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരായിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ചാനൽ മാത്രമല്ല, മറ്റ് ഒട്ടനവധി ചാനലുകളൊക്കെ ഉണ്ട്. അതായത് ഉത്തര ഉണ്ണി എന്ന പേരിലുള്ള ഒരു റിയാക്ഷൻ വീഡിയോയുടെ മറ്റൊരു ചാനൽ തന്നെ എനിക്കുണ്ട്. അതുപോലെ തന്നെ ഭക്തിയുടെ മാർഗത്തിലുള്ള കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്ത്രീ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ചാനലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് എൻ്റെ വീഡിയോകൾ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു വിരുന്നിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഇഫ്താർ വിരുന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, വിജയ് ചെയ്തത് ശരിയാണോ തെറ്റാണോ, വിജയ് നമസ്കരിച്ചത് ശരിയാണോ എന്ന് വേണ്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണം. അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പല ആളുകൾക്കും അബദ്ധം പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ ബെല്ലൈക്കൺ പ്രസ് ചെയ്യില്ല. ബെല്ലൈക്കണിൽ വന്നിട്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നോക്കി പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോഴ് നിങ്ങളിലേക്ക് എത്തില്ല. പലരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് ചാനലുകളിലൊക്കെ പരാതി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത്. പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.